കുട്ടിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശതമാനം ഇപ്പം പഴയതുപോലെയല്ല. അങ്കണവാടി മുതൽ 12ാം ക്ലാസ് വരെ ഇപ്പം നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസം, അങ്കണവാടി, പ്രീ പ്രൈമറി, LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ഇങ്ങനെ പോകുന്നത്, പിന്നീട് കോളേജ്. അപ്പോൾ ഏതാണ്ട് ഒരു ഹയർ സെക്കൻഡറി ഒരു +1 ഒക്കെ എത്തുമ്പോഴേക്കും ഒരു കുട്ടി ഒരു 18 വയസ്സിലേക്കൊക്കെ നമ്മുടെ ഇതിൽ എത്തുന്നുള്ളൂ. അതുവരെ ഈ കുട്ടിയുടെ ജീവിതത്തിലെ വലിയൊരു രാവിലെ മുതൽ വൈകുന്നേരം വരെ കുട്ടി ചിലവഴിക്കുന്ന സ്കൂൾ, അത് വിട്ട ട്യൂഷൻ സെൻ്ററുകളാണ്. അപ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അധ്യാപകരല്ല. അധ്യാപകർക്ക് ആ രീതിയിലുള്ള ഒരു അവബോധം ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ? യെസ്, ഉറപ്പായിട്ടും നമ്മൾ സർക്കാർ സ്കൂളിലെ അധ്യാപകർ അന്ന് പുതിയ വിദ്യാഭ്യാസ മന്ത്രി വന്നതിന് ശേഷമുള്ള ശിവൻകുട്ടി മിനിസ്റ്റർ വന്നതിന് ശേഷമുള്ള കുറേ ഗുണങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ ഇത്തരത്തിൽ അധ്യാപകരെല്ലാം വെൽ എക്യുപ്ഡാണ് സർക്കാർ സ്കൂളിൽ. സർക്കാർ സ്കൂളിലെ അധ്യാപകരൊക്കെ കൗൺസിലിംഗ് അടക്കം ഭയങ്കര പെർഫെക്റ്റാണ്, വളരെ പെർഫെക്റ്റ് കൗൺസിലിംഗ് ആണ്. ഒരിക്കലും നമ്മൾ വരെ ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള കൗൺസിലിംഗ് ആണ് നടക്കുന്നത്. സ്കൂളുകളിൽ സോഷ്യൽ കൗൺസിലർമാർ കൗൺസിലർ അടക്കം കൃത്യമായിട്ടുണ്ട്. ബാക്കി എല്ലായിടത്തും കൗൺസിലർ ഉണ്ടെങ്കിലും ഇല്ല. പക്ഷേ അധ്യാപകർ, ഞാൻ പറയാം, ഞാൻ ഒരു അത് കറക്റ്റ്, അത് റഷീദ് ചോദിച്ചൊരു കാര്യം. എൻ്റെ വീട്ടിനടുത്തുള്ള ഒരു സ്കൂളാണ്. ആ സ്കൂളിൽ 2 പെൺകുട്ടികൾ തമിഴും സ്വഭാവമുള്ളവരാണ്. തമിഴ്നാട്ടിൽ നിന്ന് വന്നവരായിരിക്കും. തമിഴ്നാട്ടിൽ വന്ന് ഇവിടെ താമസിക്കുന്ന അച്ഛനും അമ്മയ്ക്കും അയണിങ് ആണ്, ഈ തേക്ക് അയണിങ് ആണ്. അവർ പത്തനംതിട്ടയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു അമ്മൂമ്മ അയണിങ് ആണ്, അമ്മൂമ്മയുടെ കൂടെ ഇന്ന് കുട്ടിയെ പഠിപ്പിക്കുകയാണ്. പത്തനംതിട്ട അവർ പോകും, എല്ലാ ആഴ്ചയിലോ 2 ആഴ്ച കൂടുമ്പോൾ കുട്ടിയെ അങ്ങോട്ട് കൊണ്ടുപോയി അവരിങ്ങോട്ട് വരികയും ചെയ്യും. അപ്പോൾ ഈ കുട്ടിയെ സഞ്ചരിക്കുന്നതിന് വേണ്ടി ഒരു ഓട്ടോക്കാരനെ ഏൽപ്പിച്ചു. ഓട്ടോക്കാരൻ സ്കൂളിലേക്ക് കൊണ്ടുവരാനും അച്ഛൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ ഒരു ദിവസം ഇവരാണ് സ്ഥിരമായിട്ട് ഓട്ടോയിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരു 2 ആഴ്ച പൊങ്കൽ സമയത്ത് അനിയത്തി ഇല്ലായിരുന്നു. അപ്പോൾ ഈ മൂത്ത കൊച്ചിനെ മാത്രം, മൂത്ത കൊച്ച് കുറച്ച് സൈസുള്ള കുട്ടിയാണ്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഒരു ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ അവിടെ ഒരു പ്രദേശത്ത് ഒരു ഒഴിഞ്ഞ മൂലയിൽ കൊണ്ടുവരുത്തി ഭക്ഷണമൊക്കെ കഴിച്ചു. കുട്ടിക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചു. അങ്ങനെ 2-3 ദിവസം നിന്ന് ഭക്ഷണം കഴിച്ചു, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ഇയാളും ഇത് ഓട്ടോയ്ക്കകത്തിരുന്ന് നോക്കിയാൽ അച്ഛനും മോളും കൂടെ ഭക്ഷണം കഴിക്കണമെന്ന് തോന്നുന്നു. ആളുകൾ കാണുമ്പോൾ അങ്ങനെ ചോദിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുകയാണ്. ചിലപ്പോൾ ഒരു പബ്ലിക് പ്ലേസിലാവും, പബ്ലിക് പ്ലേസ് വെച്ചാൽ മീൻസ് ഒഴിഞ്ഞൊരു സ്ഥലം, ആളധികം വരാത്ത പബ്ലിക് പ്ലേസ്, മെയിൻ റോഡ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യണപ്പോൾ 3ാമത്തെ ദിവസം എന്ത് ചെയ്തു, പതുക്കെ ഇയാൾ ചെന്ന് ഇയാളെ കുട്ടിയെ കൈവച്ചു, അസോൾട്ട് ചെയ്തു, എല്ലാം സെക്ഷലി ചെയ്തു. അപ്പോൾ അന്നത്തെ ദിവസം കാര്യമായി ചെയ്യില്ല. തൊട്ടടുത്ത ദിവസം 2 ദിവസം കഴിഞ്ഞിട്ട് ആ ഓട്ടോയ്ക്കകത്തിട്ട് തന്നെ കുട്ടിയെ റേപ്പ് ചെയ്തു. കുട്ടിക്കൊന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയായി. കാരണം കുട്ടി അമ്മൂമ്മയുടെ കൂടെയാണ് താമസിക്കുന്നത്. അമ്മൂമ്മ ഭയങ്കര അറഗൻ്റാണ്. എന്തെങ്കിലും വന്നാൽ ഈ കുട്ടിയുടെ ബാക്കിൽ ചട്ടുമിട്ട് പൊള്ളിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് അമ്മൂമ്മ. അപ്പോൾ അമ്മൂമ്മയുടെ അടുത്ത് പറയാൻ വയ്യ. അമ്മൂമ്മ ഭയങ്കര അറഗൻ്റായിട്ടുള്ള സ്ഥിതിയാണ്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് അങ്ങനെ വന്ന് കുട്ടി ഇത് പുറത്ത് പറയില്ല. പിന്നെ എന്ത് ചെയ്തു, ഈ പ്രതിയുടെ മകൾ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. ഈ ഓട്ടോ ഡ്രൈവറുടെ മകൾ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അപ്പം ഈ എന്ത് ചെയ്തു, കുട്ടിയെ പിന്നെ അപ്പം അമ്മമ്മയുടെ അടുത്ത് പറഞ്ഞു, ഇന്ന് എൻ്റെ മോക്ക് കാണണമെന്ന് ഞാൻ മോളെ വീട്ടിൽ കൊണ്ടുപോകണം എന്നൊക്കെ പറയും. അപ്പം അമ്മമ്മയ്ക്ക് കയറൊന്നുമില്ല, എവിടെ കൊണ്ടുപോകേണ്ടതെന്ന് പറയും. പക്ഷേ എന്ത് ചെയ്തു, ഇയാൾ ഈ കൊച്ചിനെ വിറ്റു, വേറെ ആൾക്ക് വിറ്റു. അതായത് ഈ വീട്ടിൽ മകളൊന്നും ഉണ്ടാവില്ല, അല്ല വീട്ടിലല്ല, ലോഡ്ജിൽ വീട്ടിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് കുട്ടിയെ കൊണ്ടുപോയി ലോഡ്ജിൽ കൊണ്ടുപോയിട്ട് അപ്പം തന്നെ ഐസ്ക്രീം കൊടുത്ത് മയക്കി കൊച്ചിന്. മയക്കി കുട്ടി രാവിലെ എണീക്കുമ്പം ദേഹമൊക്കെ വേദനയുണ്ട്. നമ്മൾ സിനിമകളിൽ കാണുന്ന പോലെ കറക്റ്റ് ദേഹമൊക്കെ വേദനയുണ്ട്. ഈ ഒരു ലേഡി അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ, മീൻസ് അതായിരുന്നു ആ കുട്ടിക്കാരൻ ലേഡി ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ വലിയ റാക്കറ്റിൻ്റെ ഭാഗമാണ്. അങ്ങനെ 1-2 ദിവസം ഈ കുട്ടിയെ ലോഡ്ജിൽ കൊണ്ടുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞ അത് 9ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയെ ഇങ്ങനെ റേപ്പ് ചെയ്ത് എന്ത് ചെയ്തു, അതിൻ്റെ പ്രൈവറ്റ് പാർട്സ് എല്ലാം ഭയങ്കരമായിട്ട് അങ്ങ് മുറിവ് വരികയും ഭയങ്കരമായിട്ട് ഇൻഫെക്ഷൻ അടിക്കുകയും ചെയ്തു. അപ്പോൾ ഈ കുട്ടി ഇതൊന്നും പുറത്ത് പറയാൻ പറ്റില്ല, അടുത്ത് പറയാനെങ്കിലും വേണ്ടി. അപ്പോൾ ഈ കുട്ടിയുടെ ഒരു സ്വഭാവ മാറ്റം ആ സ്കൂളിലെ അധ്യാപികമായിട്ട് ശ്രദ്ധിച്ചു. അപ്പോൾ ഈ തമിഴ് കൊച്ചാണല്ലോ, ഈ കുട്ടി ഒരു ദിവസം വീട്ടിന് മുറിക്കകത്തിട്ട് പൂട്ടിയിട്ട് ചോദിച്ചു, എന്താ സംഭവം ചോദിച്ചു. സത്യം പറയണം. അധ്യാപിക സ്കൂളിൽ പൂട്ടിയിട്ട് വളരെ ചൂടായിട്ടും അല്ലാതെ മക്കളെ പറയാന്ന് ചൂടായിട്ടും ചോദിച്ചു. എന്നിട്ടും കുട്ടി പറയുന്നില്ല. അപ്പോൾ ഒരു ദിവസം ഈ കുട്ടിയുടെ മോള് അനിയത്തി ഉള്ള ദിവസമാണ്. അപ്പോൾ അനിയത്തി വന്നപ്പോഴത്തേക്ക് ഈ അനിയത്തിയെ പതുക്കെ വിളിച്ചുകൊണ്ട് പോയിട്ട്, അനിയത്തി എപ്പോഴും നോക്കിയാലും കയ്യിൽ ആപ്പിളും ഓറഞ്ചും ഒക്കെ കാണും. അപ്പോൾ അപ്പോൾ തമിഴിലെ ടീച്ചർ വരികയാണ്, ഇതാരും മോളെ ഓറഞ്ച്, ആരൊക്കെ ഓറഞ്ച് തരണം, അത് മാമ തരുവേ.
മാമ വേറെ എന്നെ തരുകയും എനിക്ക് മുത്തം തരുകയും എൻ്റെ നെഞ്ച് പിടിക്കുകയും എല്ലായിടത്തും പിടിക്കുകയും മുത്തം തരുകയും ലോക്കൽ ചോക്ലേറ്റ് തരും. ആ ടീച്ചർക്ക് അപ്പോഴേ കൃത്യമായിട്ട് കാര്യം മനസ്സിലായി, മറ്റേ കൊച്ചിൻ്റെ കാര്യം. ഒരു ദിവസം ഈ ടീച്ചർ ഇങ്ങനെ നോക്കി നിന്നിട്ട് എന്ത് ചെയ്തു, ഇത് സർക്കാർ സ്കൂൾ ടീച്ചറാണ്, നോക്കി നിന്നിട്ട് എന്ത് ചെയ്തു, ഒരു ദിവസം ഈ കുട്ടി അയാളെ കൂടെ ഓട്ടോയിൽ പോകുന്നു, നേരെ എന്ത് ചെയ്തു, ടീച്ചറും കൂടെ ചെന്ന് ഓട്ടോയിൽ കയറി. ഈ കുട്ടിയുടെ കൂടെ കയറി മനഃപൂർവ്വം കയറിയതാണ്. മനഃപൂർവ്വം കയറിയായിരുന്നപ്പോൾ കുട്ടി എന്ത് ചെയ്തു, ഓട്ടോ ചെന്നപ്പം ഞാൻ ഇവിടെ വിട്ടോളാം, ഈ അമ്മൂമ്മയുടെ തേപ്പ് കട അറിയാം. അപ്പം ഈ സർക്കാർ സ്കൂളൊക്കെ പിള്ളേരാകുമ്പോൾ ഇവർക്കെല്ലാം ഈ വീട്ടുകാരുമായിട്ട് ബന്ധമുണ്ട്, ഒരുപാട് കുട്ടികളുള്ള സ്കൂളല്ല, ഞാൻ അവളെ വിട്ടോളാം എന്ന് പറഞ്ഞു. ശരി, അങ്ങനെ പോയപ്പോൾ എന്ത് ചെയ്തു, ഈ ഇറങ്ങിയപ്പോൾ ഈ കുട്ടിയുടെ വായിന്നൊരു വാക്ക് വീണു, ഞാൻ ഇന്ന് രക്ഷപ്പെട്ടു. അധ്യാപികണ്ട്, കുട്ടിയുടെ വായിന്നൊരു വാക്ക്, ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ ഈ ഞാൻ രക്ഷപ്പെട്ടു അദ്ദേഹം വളരെ കൃത്യമായി കേട്ടു, ഒന്നും മിണ്ടിയില്ല. തൊട്ടടുത്ത ദിവസം വളരെ ഷാർപ്പായിട്ട് എന്നെ വിളിച്ച് കുട്ടിയെ മുറിക്കകത്ത് കയറ്റി. അപ്പോഴാണ് ഈ പീഡന പരമ്പര. അപ്പോൾ അനിയത്തിയെ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുക അയാൾ, ഭക്ഷണമെല്ലാം കൊടുത്ത് അനിയത്തിയും കൂടെ ഇതിനോട്ട് ഇറക്കാൻ വേണ്ടി വാങ്ങിക്കൊടുത്ത്, ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു കൊടുത്തു. കാരണം പെട്ടെന്ന് അനിയത്തിയുടെ ഇവരെയൊക്കെ ഡ്രസ്സിൻ്റെ ചേഞ്ച് വരുന്നു, മറ്റേ ഫുഡ് ചേഞ്ച് വരുന്നു, ബിരിയാണി കഴിക്കുന്നു, അതിനുള്ള വകുപ്പില്ലല്ലോ. അപ്പോൾ ഒരു അധ്യാപിക വേണമെങ്കിൽ ഇതൊക്കെ കളയായിരുന്നു, പക്ഷേ ഷീ വാസ് കെയർഫുൾ. 2-3 അധ്യാപകർ ഉടനെ തന്നെ, അപ്പോൾ ഉടനെ തന്നെ അവർ പോലീസുമായിട്ട് ബന്ധപ്പെട്ടു. ബാക്കി കാര്യങ്ങൾ ചെന്നപ്പോൾ ഉടനെ തന്നെ അവർ മെഡിക്കൽ എടുത്തപ്പോഴുള്ള സംഭവം താഴെ മൊത്തം ഇൻഫെക്ഷനായിരുന്നു. മീൻസ് അങ്ങേ അറ്റം ഇൻഫെക്ഷൻ അടിച്ച് കുട്ടിക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ കുട്ടി മരിക്കും എന്ന രീതിയിലോട്ടാകുന്ന ഇൻഫെക്ഷൻ. പിന്നെ അതിനെ 3-4 ദിവസം IC കിടത്തി. ശരി, അതിനുശേഷമാണ് കുട്ടിയെ രക്ഷപ്പെടുത്തിയെടുത്തത്. അപ്പോൾ നമ്മുടെ അധ്യാപകരെ ഇങ്ങനത്തെ ഒരുപാട് പ്രതിയെ ശിക്ഷിച്ചു, ജീവപര്യന്തം ശിക്ഷിക്കുകയും ചെയ്തു. അയാൾ മറ്റേ ജയിലിൽ കിടന്ന് മരിക്കുകയും ചെയ്തു. ശരി.